ചാലക്കുടി മണ്ഡലം, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലമാണ് നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. ചാലക്കുടി മുനിസിപ്പാലിറ്റി ബാക്കി 7 പഞ്ചായത്തും കൂടി 8 ലോക്കൽ ബോഡികളിലാണ് ചാലക്കുടി മണ്ഡലം. അതിന്റെ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടുകൾ നോക്കുവാണെങ്കിൽ UDF 61,000 വോട്ട്, 41% വോട്ട് UDF പിടിച്ചിട്ടുണ്ട്. LDF 41,000 വോട്ട്, 28%. ADS 24%, NDA 21%. പിന്നെ മെമ്പർമാരെ നോക്കി UDF 56 മെമ്പർമാരുണ്ട്, LDF 52 മെമ്പർമാരുണ്ട്, ADS 18, NDA 11. ഇപ്പൊ എന്തായാലും ഒറ്റ നോട്ടത്തിൽ LDF UDF ആണ് പ്രധാന ഫൈറ്റ്. NDAക്ക് കാര്യമായ വോട്ടില്ല, 12% ഉള്ളൂ. ഇതിന്റെ പഴയ ഇലക്ഷൻ റിസൾട്ടുകളിലേക്ക് ഒന്ന് നോക്കാം. ചാലക്കുടിയിൽ 2014 CPM BD ദേവസി ജയിച്ചാണ്. CPMന്റെ വോട്ട് 2016 CPM BD സെയിം ആള് തന്നെ നിലനിർത്തി. അവിടെ BDJs അന്ന് മത്സരിച്ചു, 26,000 വോട്ട് പിടിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം 2021 ആയപ്പം കോൺഗ്രസിന് വീണ്ടും അത് നിലനിർത്തുകയാണ്, അല്ല കോൺഗ്രസ് അത് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. CPM ചെയ്തത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി CPM അത് കൊടുത്തു. അത് പക്ഷേ അത് LDFനെ തോപ്പിച്ചു. കോൺഗ്രസ് ചെറിയൊരു മാർജിന് 1000 വോട്ട്, 1050 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. BDSന് 17,000 വോട്ടും ഉണ്ട്. 2026 കോൺഗ്രസ് സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്. TG സനീഷ് കുമാർ ജോസഫ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബിജു ചിറയത്താണ്. 2020 ആണ് ഇത്തവണ ചാലക്കുടി സീറ്റ് കൊടുത്തിരിക്കുന്നത്. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ BDSന് കൊടുത്തിരുന്ന 2020 മത്സരിച്ചിരുന്നില്ല. എന്നാലും ചാലക്കുടി ഇത്തവണ 2020 കൊടുക്കുന്നത്. അഡ്വക്കേറ്റ് ചാർലി പോളാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ UDF നല്ലൊരു കൺവിൻസിങ് മാർജിൻ എടുത്തിട്ടുണ്ട്, 41% വോട്ടുണ്ട്. LDFന് ഭരണവിരുദ്ധ കൊണ്ട് കുറച്ച് വോട്ടുകൾ വീണ്ടും പറയാനാണ് സാധ്യത. പിന്നെ NDAയുടെ 2020 ആയതുകൊണ്ട് കുറച്ച് വോട്ട് ഷെയർ കൂടുമായിരിക്കാം. ബട്ട് സ്റ്റിൽ UDF ആണ് 1ാം സ്ഥാനം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LDF 2ാം സ്ഥാനം നിലനിർത്തും, 3ാമതാവും NDA, കുറച്ച് വോട്ട് കൂടിയായിരുന്നു. അപ്പം അതാണ് ചാലക്കുടി മണ്ഡലം UDF എടുക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.